സമരങ്ങൾ നടത്തുന്നതിനോട് ഞങ്ങൾക്ക് വിരോധമില്ല. ഓ നന്ദി. സമരങ്ങളെ അംഗീകരിക്കുന്നുണ്ടല്ലോ. സമരങ്ങൾ കണ്ട് വിരളി പൂണ്ടിട്ടാണല്ലോ ഇപ്പോൾ ഈ വിശദീകരണ യോഗം നടത്തുന്നത്. നടക്കട്ടെ നടക്കട്ടെ, ഇനി എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. ഒരു വലിയ വാർത്ത, ഗുരുവായൂർ മേൽപ്പാലം വിണ്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് മേൽപ്പാലമാണ് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം. ടാറിന്റെ തേയ്മാനാണ്. ടാറിന്റെ തേയ്മാനം ഉണ്ടായാൽ അതിന് സർക്കാരിന് ഒരു പ്രശ്നമില്ല. ലോഹം കൊണ്ടുള്ള പാലത്തിന്റെ മുകളിൽ തീട്ടം കൊണ്ടാണോ ടാർ ചെയ്തു വെച്ചിരിക്കുന്നത്? ഏകദേശം ഒരു 3 കൊല്ലത്തിലേറെ ആ പാലത്തിന് എന്ത് സംഭവിച്ചാലും അത് നിർമ്മിച്ചു തരേണ്ടത് കരാറുകാരനാണ്. ആ കരാറുകാരന് പൂർണ്ണമായി പൈസ പോലും കൊടുക്കില്ല. പാലം കയറുമ്പോൾ ഇങ്ങനെ ഒരു കുഴി നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. വളരെ ചെറിയൊരു കുഴിയാണ്. അതിൽ വീണാൽ തെറിച്ചു പോകുമെന്ന് 100% ഉറപ്പാണ്. നമ്മുടെ സഹോദരിമാർ ഒരുപാട് യാത്ര ചെയ്യുന്ന പാലമാണ്. ഈ കുഴി ഒരു വലിയ അപകട കുഴിയാണ്. ചെറിയ കുഴിയാണെങ്കിലും അതിൽ ചെറിയ വാഹനങ്ങൾ വീണ് കഴിഞ്ഞാൽ ആൾ തെറിച്ചു പോകും. പാലമാണ്, വല്ല വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് ആൾ മരിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ കരാറുകാരൻ വരണതൊന്നും കാത്തിരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നിങ്ങൾ വിശദീകരണ യോഗവുമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ദിവസവും വിശദീകരണ യോഗങ്ങൾ വെക്കേണ്ടി വരും. സമരങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ഈ തീവണ്ടിപ്പാതയുടെ വികസനത്തിന് വേണ്ടി എത്ര കാലമായി? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ആര് നോക്കാൻ? കുട്ടപ്പന്റെ വഞ്ചി കുത്തുമ്പോ കുത്തും എത്തും വെല്ലേ പദ്ധതി. കഴിഞ്ഞ 9 വർഷമായി ഗുരുവായൂർ റെയിൽവേക്ക് വേണ്ടി കേരള സർക്കാർ, അതിൻ്റെ പ്രതിനിധികൾ എന്താണ് ചെയ്തത് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ MLA? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ ഒരു പ്രധാന നാട്ടാണ് അഴുക്കുചാൽ പദ്ധതി. എത്ര കൊല്ലായിടോ? എത്ര കൊല്ലമായി? അത് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞോ? അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? ഒരു പുല്ലും ചെയ്തില്ല. അഴുക്കുചാൽ പദ്ധതി കമ്മീഷൻ ചെയ്തു, ശരിയാ, കമ്മീഷൻ ചെയ്തു. അല്ലാതെ അവിടുത്തെ കമ്മീഷനല്ല. അത് 20 കോടി പോയി സ്വാഹ. ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഒരു ശുദ്ധീകരണശാല, സംസ്കരണശാല. ആ സംസ്കരണശാല ഏറ്റവും ഭംഗിയായി, പരിമിതികളുണ്ടെന്ന്, കുറവുകളുണ്ട്. കൊട്ടിഘോഷിച്ച് അഴുക്കുചാൽ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ നടപ്പിലാക്കിയത്? ഇവിടെയുള്ള കാനകൾക്ക് മുകളിൽ ഒരു സ്ലാബ് പണിതു വെച്ചു. അതിനെയാണ് ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി എന്ന് പേരിട്ട് നിങ്ങളിപ്പോൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് അല്പെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റ് വർക്ക് ചെയ്യുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരു പുതിയ സംഭവമല്ല. ഞങ്ങൾ തറപ്പിച്ചു പറയണു, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കോ ചാവക്കാട് മുനിസിപ്പാലിറ്റിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പുതിയ രീതിയിലുള്ള ഒരു വിശേഷം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആട്ടെ, എന്താ ഗുരുവായൂർ നഗരസഭ ഒന്നും ചെയ്യുന്നില്ലെന്നോ? ഗുരുവായൂർ നഗരസഭ പുതിയ വാഹനവും മേടിച്ച് ഇവിടെ നിന്നുള്ള മലവും മൂത്രവും വലിച്ചെടുത്ത് ചക്കങ്കണ്ടത്ത് കൊണ്ട് നിക്ഷേപിക്കും എന്ന് പറഞ്ഞതിന് CPI വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതും അവർ ജില്ലാ സമ്മേളനത്തിൽ അതിനെതിരെ പ്രമേയം പാസ്സാക്കിയതൊന്നും MLA സാർ അറിഞ്ഞു കാണില്ല. MLA സാറേ, തള്ളിക്കോ, പക്ഷേ ഞങ്ങളെ മറിച്ചിടരുത്. ഞങ്ങളൊന്നും അന്ധനും ബധിരനും മൂങ്ങനുമല്ല. കണ്ടത് ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കാത്തത് ഞങ്ങൾ കേൾപ്പിക്കും. സമരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ലാൽ സലാം.